ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി പാടിവറ്റത്തുള്ള നമ്മുടെ അൾട്രാ വയലറ്റിൻ്റെ സ്പേസ് സ്റ്റേഷനിലാണ്. അപ്പോൾ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു അൾട്രാ വയലറ്റിൻ്റെ മോട്ടോർ സൈക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്നിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റിൻ്റെ F77 സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ടെസ്റ്റ് ഡ്രൈവിലേക്ക് കിടക്കുന്നതിന് മുന്നേ വണ്ടിയുടെ ചെറിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എൻ്റെ മുന്നിൽ കിടക്കുന്നതാണ് നമ്മുടെ സാക്ഷാൽ F77 സൂപ്പർ സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ. ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ ബാറാണ്. ഇത് റേസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്ട്രീറ്റ് നേക്കഡ് ബൈക്കൊക്കെ ഓടിച്ച് പോകുന്ന പോലെ തന്നെ ഈ ഒരു വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വണ്ടിയിലിരിക്കുന്ന സിറ്റിംഗ് പൊസിഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ലോങ് ട്രിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വണ്ടിയിൽ 3 മോഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഗ്ലൈഡ് മോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പാക്ട് മോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബാലസ്റ്റിക് മോഡ് വരുന്നുണ്ട് കേട്ടോ. ബാലസ്റ്റിക് മോഡ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലും കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈറ്റ് വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളർ സ്കീംസിലും ഓൾസോ അവൈലബിൾ ആണ്. ട്രവൽ മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ തിരുത്തി എഴുതിയൊരു മോട്ടോർ സൈക്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കാലും കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈവൻ നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ഒരു മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. ടെസ്റ്റ് ഡ്രൈവിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു വണ്ടിയുടെ എസ്തെറ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് ആംഗിൾ ഏത് കോണിൽ നോക്കിയാൽ ഈ ഒരു വണ്ടി സൂപ്പർ ഐ ക്യാച്ചിയാണ് കേട്ടോ. നിങ്ങളൊരു അഗ്രസീവ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അൾട്രാ വയലറ്റിൻ്റെ മാച്ച് 2 എന്നുള്ള മോട്ടോർ സൈക്കിൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സിറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കംപ്ലീറ്റ്ലി ഒരു പക്കയായിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്കിൽ ഇരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. വലിയ ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടിയിൽ ഞാൻ ഇരുന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ മാച്ച് 2 ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളൊരു വളരെ ഒരു സ്പോർട്സ് ബൈക്കിലേക്ക് ഇരിക്കുന്ന പോലെ വളരെ താന്നിട്ടും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ബട്ട് ഈ ഒരു സൂപ്പർ സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു വണ്ടി 100 Nm ടോർക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ 0 to 60 km ജസ്റ്റ് 2.8 സെക്കൻഡിലാണ് കേട്ടോ ഈ ഒരു വണ്ടി കവർ ചെയ്യുന്നത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റാണ്. നമ്മൾ പവർഫുൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളൊക്കെ കിട്ടുന്ന സെയിം ടൈപ്പ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. F77 രണ്ട് വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റ് വരുന്നത് 2.99 lakh എക്സ് ഷോറൂം റേറ്റ് ആണ് വരുന്നത്. അതിന് ഒരു റേഞ്ച് പറയുന്നത് 211 km ആണ്. അതുപോലെ തന്നെ 3.99 lakh ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള റീകോൺ മോഡൽ വരുന്നത്. അതിന് കമ്പനി റേഞ്ച് പ്രോമിസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 323 km ആണ് കേട്ടോ അതിൻ്റെ റേഞ്ചും കാര്യങ്ങളും കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വേരിയൻറ്റ്സ് നമ്മുടെ F77 നമ്മുടെ കൊച്ചിയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കൂടുതൽ സ്പെക്സിനെ പറ്റിയൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഐ എം സോ എക്സൈറ്റഡ് ടു ഡു ദ ടെസ്റ്റ് ഡ്രൈവ്. നമുക്ക് നേരെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാം. ഫൈനലി F77 നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് റോഡിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടി കിടക്കുന്ന ബാലസ്റ്റിക് മോഡാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫുൾ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ക്ലസ്റ്ററിങ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഫൈനലി നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വണ്ടി വേറെ ലെവലാണ് കേട്ടോ. എസ്പെഷ്യലി ബാലസ്റ്റിക് മോഡിട്ട് കൈ കൊടുത്ത സമയത്ത് വണ്ടി കിടിലനാണ്, ഒരു രക്ഷയില്ല. വണ്ടി ഏകദേശം എനിക്ക് തോന്നുന്നു ആക്ച്വലി എനിക്ക് ഏകദേശം ഒരു 137 km/h വരെ സ്പീഡ് എടുക്കാനേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് പറഞ്ഞാൽ 155 km/h ടോപ്പ് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റാണ് F99 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതും കൂടി ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗൂസ് ബംസ് വരും. അതുപോലുള്ള പെർഫോമൻസ് ആണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് എന്നുള്ള സകല കോൺസെപ്റ്റും മാറ്റിമറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാം. www.ultraviolet.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി പാടിവട്ടത്തുള്ള അൾട്രാ വയലറ്റിൻ്റെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ബൈക്കിനെ പറ്റിയുള്ള എൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു മോട്ടോർ സൈക്കിൾ മാറ്റിമറിച്ചു എന്ന് പറയാം. അപ്പോൾ നിങ്ങളും ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ഇതിൻ്റെ ഫീൽ ചെയ്യുക, ഇതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഫീൽ ചെയ്യാമെന്നാണ് പറയാനുള്ളൂ. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ബാലിസ്റ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു മോട്ടോർ സൈക്കിളുണ്ട്. അത് ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് ത്രോട്ടിലൊന്ന് കൊടുത്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളൊരു ആണ്ടലിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ യു വിൽ ലവ് ദിസ്. ഇനിയും നമ്മുടെ ചാനൽ ഇതുപോലെ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.